സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഒരു ആദ്യരാത്രിയുടെ മുറി, കണ്ണാടി ചില്ല്, അതിൽ കൂടെ നിഴൽ രൂപങ്ങൾ പുറമെ നിൽക്കുന്നവർക്ക് കാണാം. അവിടെ ഒരു അമ്മ കാത്തു നിൽക്കുക. ഇത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ഞാൻ കാസ്റ്റ് ചെയ്ത ചേച്ചിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇന്ദുഗോപൻ്റെയാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദുഗോപൻ്റെ എഴുത്തൊക്കെ, ഭയങ്കര രസമായി. ഒരിക്കലും ഒരു നടി, ഒരു നടനോ അവരുടെ ഉള്ളിലുള്ള ആ എനർജി ഉണ്ടല്ലോ, അഭിനയിക്കാനുള്ള ഒരു ശേഷി, അതൊരിക്കലും മാഞ്ഞു പോവില്ല. അജിത്തും ശ്യാമും എല്ലാം പറഞ്ഞ് നമ്മളിവളെ കണ്ടെത്തേണ്ടതായിരുന്നു. മുകേഷ് ഏട്ടൻ എന്ത് പറഞ്ഞു? ഇനി നീ അഭിനയിക്കാൻ പോയില്ലെങ്കിൽ അവിടെ വന്ന് ഞാൻ അടിക്കും എന്ന് പറഞ്ഞു. ഇത്രയും ടൈമിംഗ് ഉള്ള ഒരു നടൻ മുകേഷ് ഏട്ടനെ പോലെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ പത്രക്കാരൊക്കെ വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയല്ലോ, എങ്ങനെയായിരുന്നു അഭിനയം എന്നൊക്കെ. അഭിനയിക്കാതിരുന്നതിനാണ് അവാർഡ്. എനിക്ക് ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടമുള്ള നടനായിരുന്നു. നെക്സ്റ്റ് ഡോറിലെ ഒരു പയ്യൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊരു പയ്യൻ എന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യ വനിതാ സംവിധായിക, നടി, നിർമ്മാതാവ്, ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പൊന്മാൻ എന്ന ചിത്രത്തിൽ ആഗ്നസ് എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ശ്രീമതി സന്ധ്യ രാജേന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ. നമസ്കാരം. പൊന്മാൻ എന്ന ചിത്രത്തിൽ ഒരു രംഗമുണ്ട്. അതായത് ഒരമ്മ മകളുടെ കിടപ്പറ വാതിലിൽ മകളെ അണിയിച്ച സ്വർണം, അതിൽ ഒരു പങ്ക് തിരിച്ചു വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രംഗം. ആ ഒരു രംഗം എങ്ങനെ ഉൾക്കൊണ്ടു? അത് വാസ്തവത്തിൽ ചങ്ക് തകർന്നു പോകുന്ന ഒരു രംഗമാണ്. ആ രംഗം അഭിനയിച്ചതിൻ്റെ ഒരു കാര്യം പറയാമോ? അത് ആഗ്നസ് എന്നത് പറയുന്നത് ഒരു പ്രതിനിധിയാണ്. ഒരുപാട് അമ്മമാർ, ഇതേ ഘട്ടത്തിൽ കടന്നുപോയ ഒരുപാട് അമ്മമാരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ആഗ്നസ്. അപ്പോൾ എനിക്കറിയാവുന്നതും എൻ്റെ ചുറ്റുപാടും കാണുന്നതുമായ ഒരുപാട് അമ്മമാർ ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം. കാരണം അവരുടെയൊക്കെ പലരുടെ അനുഭവങ്ങളിൽ നിന്നും ആ മുഖത്ത് ഇവർ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെയൊക്കെ കണ്ണിലൊരു ദൈന്യത വരും. എത്ര ധീരസ്ത്രീ ആണെങ്കിലും അത് ഓവർകം ചെയ്താലും ഇത് പറയുമ്പോൾ ആ കണ്ണുകളിലൊരു ദൈന്യത വരും. ഒരു നടി എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ആ ഒരു നിസ്സഹായ അവസ്ഥയും ആ ദൈന്യതയുമൊക്കെ അതെൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തി എന്നുള്ളതാണ് ജീവിതത്തിൽ കണ്ടത്. അതുകൊണ്ട് കുറച്ചും കൂടെ നന്നാക്കാൻ കഴിയും. സ്ത്രീധനം എന്നുള്ളൊരു വലിയ വിപത്ത് കൂടിയാണല്ലോ ഈ ചിത്രം അതിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. ഒരു വിപത്താണെന്നുള്ളത്. ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മളെന്നും ചുറ്റുപാട് ഇത് തന്നെയല്ലേ കാണുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരായാലും കൂട്ടുകാരായാലും പലരുടെയും അനുഭവത്തിൽ ഒരു ഏറ്റവും നല്ല രീതിയിൽ മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുക, അത് സ്വർണം മറ്റേതൊന്നുമല്ല, അതൊരു സെക്കൻഡറിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവർ സമാധാനത്തോടെ ജീവിക്കാൻ ഇത് ആവശ്യമാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിഞ്ഞാൽ ഉടനെ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ മാതാപിതാക്കളില്ലേ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർ, കേരളത്തിലുള്ളവർ, മക്കൾക്ക് വേണ്ടി, മക്കളെ സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കഠിനാധ്വാനം ചെയ്യുന്നത്. അവർ ജീവിതത്തിൽ പിന്നെ സന്തോഷിക്കാറില്ല, ഒരു യാത്ര പോകാറില്ല, എല്ലാം ത്യാഗമാണ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള. അവർ സന്തോഷമായി ജീവിക്കണം. അപ്പോൾ അത് പറ്റാതെ വരുമ്പോൾ അത് വലിയൊരു ട്രാജഡി തന്നെയാണ്. സംവിധായകനും നടനുമായ ശ്രീ ബേസിൽ ജോസഫിനൊപ്പമായിരുന്നു ആദ്യത്തെ സീൻ. അത് എങ്ങനെയായിരുന്നു ആ ഒരു രംഗം? എനിക്ക് ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടമുള്ള നടനായിരുന്നു. ആ ജയ്ഹോയും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു സിംപ്ലിസിറ്റി ഉള്ളൊരു നടനുണ്ട്. പല നടന്മാർക്കും പല ഭാവങ്ങളാണ്. അപ്പം ഈവൻ ഉള്ളത് ഒരു സിംപ്ലിസിറ്റിയാണ്. നമ്മുടെ നെക്സ്റ്റ് ഡോറിലെ ഒരു പയ്യൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊരു പയ്യൻ എന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവൻ നല്ല നടനാണ്. അപ്പം ഞാനാണെങ്കിൽ കുറേ കാലമായില്ലേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടങ്ങനെ വിട്ട് അത് വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. നാടകത്തിലായാലും ഞാൻ അഭിനയമൊക്കെ എന്നോ നിർത്തിയ ഒരാളാണ്. അന്നേരം എനിക്ക് ഈ പ്രധാനപ്പെട്ട സീൻ, അതായത് ആദ്യരാത്രിയിൽ മകളുടെ മുറി ചെന്നിട്ട് ഇത് വന്ന് ഇയാളോട് പറയുന്ന രംഗമാണ് ആദ്യം എടുക്കുന്നത്, ബക്കറ്റിലെ പിരിവ് കൊണ്ടു കൊടുക്കുന്നത്.
അതുകൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അന്നേരം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ബേസിലായാലും ജ്യോതിഷായാലും ഡയറക്ടറായാലും എല്ലാം പറഞ്ഞു ടെൻഷൻ അടിക്കണം. എതിരെ നിൽക്കുന്ന ഒരു നടൻ്റെ അഭിനയം നമ്മുടെ അഭിനയത്തെയും അത് വലുതാക്കാറുണ്ട്. ആ രീതിയിൽ നല്ല കോമ്പിനേഷനായിരുന്നു. നമുക്ക് പ്രചോദനം കിട്ടും. പിന്നെ ഇതൊരു ഗിവൺ ടേക്ക് ആണല്ലോ. നമ്മൾ അവിടുന്ന് കൊടുക്കുകയും അവിടുന്ന് കിട്ടുകയും ചെയ്യുമ്പോഴാണ് അതൊരു അഭിനയിക്കാൻ നമുക്ക് ഭയങ്കര ഒരു സുഖം കിട്ടുന്നത്. ഒരു ഭയങ്കര പോസിറ്റീവ് ആവും. അപ്പം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നും ഒന്നര അങ്ങ് വരും നമുക്കത്. അതാണൊരു ആക്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പോൾ നാടകാചാര്യനായ ഒ മാധവൻ്റെയും അതുല്യ അഭിനേത്രി വിജയകുമാരിയുടെയും മകൾ, മലയാളത്തിലെ തിളങ്ങുന്ന താരമായ ശ്രീ മുകേഷിൻ്റെ സഹോദരി, നടനും നാടക സംവിധായകനുമായ EA രാജേന്ദ്രൻ്റെ സഹധർമ്മിണി, ദിവ്യദർശൻ എന്ന നടൻ്റെ അമ്മ, സംവിധായകൻ കൂടിയാണ്. അതിനേക്കാൾ കാളിദാസ കലാകേന്ദ്രം എന്ന വലിയ ബാനർ. എന്ത് ഈ അഭിനയിക്കാൻ ഇങ്ങനെ വൈകുന്നു അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്നു? മടിച്ചു നിന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ എന്ത് ത്യാഗം ചെയ്തു അത് അഭിനയിക്കും. വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാഗ എന്ന് പറഞ്ഞ മുകേഷ് ചേട്ടനും ദേവികയും കൂടെ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു. സുവീരൻ ഡയറക്റ്റ് ചെയ്തത് നാഗ, ഗിരീഷ് കർണാടിൻ്റെ നാഗ, അതിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ക്യാരക്ടർ, കുരുടമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അണ്ണൻ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായും അത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നാണ്. അപ്പം സുവീരൻ അണ്ണനോട് പറയുമായിരുന്നു, എന്തുകൊണ്ട് സതി ചേച്ചി വിളിച്ചുകൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചോദിക്കുന്നു. അപ്പം ഞാൻ അഭിനയിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും ഞാൻ ഈ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് വരെ ഒരു ആസ് യൂഷ്വൽ അവൾ അഭിനയിക്കും, അങ്ങനെ ഉള്ളു അണ്ണന്. പക്ഷേ ഈ കുരുടമ്മയുടെ എൻട്രി എന്ന് പറയുന്ന കണ്ണു കാണാത്ത സ്ത്രീയാണ്, ഉൾക്കാഴ്ചയാണ് അവർക്കുള്ളത്. അവരവരെ മകൻ്റെ തോളിലിരുന്നാണ് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റിഹേഴ്സലിൽ തന്നെ ഞാൻ അങ്ങനെയാണ് വന്നത്. ഈ തോളിൽ കയറി വന്നപ്പോഴത്തേക്ക് അണ്ണൻ അത്ഭുതമായി. അപ്പോൾ അണ്ണൻ പറഞ്ഞു, ഇപ്പം എനിക്ക് ഭയങ്കര നിൻ്റെ ആ എനർജി, ഒരിക്കലും ഒരു നടി ഒരു നടനോ അവരുടെ ഉള്ളിലുള്ള ആ എനർജി ഉണ്ടല്ലോ, അഭിനയിക്കാനുള്ള ഒരു ശേഷി, അതൊരിക്കലും മാഞ്ഞു പോവില്ല. ആ തീ അത് ഉള്ളിൽ തന്നെ കനലായിട്ട് അങ്ങനെ കിടക്കും. പക്ഷെ മികച്ച വേഷങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് വലിയ രീതിയിൽ അഭിനയിക്കുക, അല്ലെ അതിനുവേണ്ടി ശ്രമിക്കാതില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ, ചില ഡ്രസ്സുകൾ അല്ലെ ചില കളർ നമുക്ക് ഇഷ്ടമായി, ചില ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പോലാണ് ചില കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേക ഇഷ്ടം വരും. അങ്ങനെയാണ്. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരാൻ കാരണം ഒരു പക്ഷേ സംവിധായകൻ ജ്യോതിഷ് ശങ്കറാണോ? അതെ, ജ്യോതിഷ്. ഞാൻ ഈ കഥ വായിച്ചിട്ടില്ല. ഇത് തരുമ്പോൾ ജ്യോതിഷ് വന്നപ്പോൾ എൻ്റെ വിചാരം എന്താണെന്നറിയോ, അവനൊരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അനുഗ്രഹം മേടിക്കണം. അപ്പം ഞാൻ എണീറ്റ് നിന്ന് അനുഗ്രഹിക്കണോ ഇരുന്ന് അനുഗ്രഹിക്കണോ, കൈയൊക്കെ ഇങ്ങനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ബുക്ക് എൻ്റെ കയ്യിൽ തരും. 4-5 ചെറുപ്പക്കാർ. അപ്പോൾ എനിക്ക് ഇന്ദുഗോപൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദുഗോപൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇന്ദുഗോപൻ്റെ ആണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദുഗോപൻ്റെ എഴുത്തൊക്കെ, ഭയങ്കര രസമാണ് വായിക്കാൻ എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് കൊല്ലം ബേസ് ചെയ്തിട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുക്കും മൂലം അറിയാമല്ലോ കൊല്ലത്തിൻ്റെ. അന്നേരം പറഞ്ഞു, ചേച്ചി ഇതാ ഞാൻ സിനിമയാക്കുന്നത്. ഞാൻ പറഞ്ഞു, ആണോ? അപ്പോഴും ഞാൻ ഈ എണീക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇനിയിപ്പം ഇത് അനുഗ്രഹിക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു, ഇതിൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അത് ചേച്ചിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെനിക്കൊരു ഷോക്കായി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഇത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ഞാൻ കാസ്റ്റ് ചെയ്ത ചേച്ചിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ തലയ്ക്ക് ചുറ്റും ജോലിഭാരങ്ങളുണ്ട്. എന്നാലും നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാളൊരു പ്രോജക്റ്റിൽ ആദ്യം തന്നെ എന്നെ, അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു അഭിനന്ദനമായിട്ടാണ് തോന്നി, ഒരു അംഗീകാരമായിട്ട്. കാളിദാസ കലാകേന്ദ്രത്തിന്റെ ആർട്ട് അസിസ്റ്റന്റ് ആയിരുന്നു അല്ലേ? സീരിയൽ ഡിവിഷന്റെ എള്ളമ്പാല എന്ന് പറഞ്ഞ ഞങ്ങളൊരു മലയാളത്തിലെ ഒരു മികച്ച കലാസംവിധായകൻ കൂടിയാണ്. ഇപ്പോഴെല്ലാം അന്ന് അവൻ പഠിക്കുക, പഠിപ്പിക്കാൻ വിടുന്നതിലൊക്കെ സന്ധ്യയുടെ ഒരു സഹായം ഉണ്ടായിരുന്നു. പരീക്ഷ അല്ല, ഇവനെ ഈ വർക്കഹോളിക്കാണ്. ഈ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവന് ജോലി അത് എത്രയും ഭംഗിയാക്കണം, അങ്ങനെ ഈ മതിമറന്ന് ജോലി ചെയ്ത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പരീക്ഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആൾ മൂഡ് ഓഫ് ആവും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ എന്താ മൂഡ് ഔട്ട് ആവുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൺട്രോളറെ വിളിച്ചു ചോദിക്കുക, ഇടയ്ക്കിടയ്ക്ക് ആ പയ്യൻ എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, എന്താ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം വേറെ എന്തെങ്കിലും ആരെങ്കിലും വഴക്ക് പറയുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ.
അപ്പോഴും പിന്നെ അയാൾ വന്ന് പറഞ്ഞു അവർ പരീക്ഷ പബ്ലിക് എക്സാമാണ്, അവനിവിടെ ജോലി. ഞാൻ പറഞ്ഞു വിളിക്കുന്നു പറഞ്ഞു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതെന്താ നീ പോയി പരീക്ഷ എഴുത് കേട്ടോ, ആ പരീക്ഷ വിട്ടിട്ടുള്ള കളിയൊന്നും പാടില്ല, പഠിത്തം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ കാണുന്നത് വലിയ സിനിമയിൽ വലിയ ആർട്ട് ഡയറക്ടറായിരുന്നുള്ള ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം സിനിമയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ KR മോഹനൻ്റെ സ്വരൂപം, പിന്നീട് അത് കഴിഞ്ഞിട്ട് ശരത്തിൻ്റെ സ്ഥിതി, ശ്യാമപ്രസാദിൻ്റെ ഋതു, പിന്നെ പാലും പഴവും VKPയോടൊപ്പം അങ്ങനെ വളരെ കുറച്ച് വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതേസമയം നാടകത്തിൽ അച്ഛനോടൊപ്പം തന്നെ അഭിനയിക്കാൻ പറ്റി, നല്ല ശ്രദ്ധേയമായ കാര്യങ്ങൾ വേഷങ്ങൾ ചെയ്തു. ദൂരദർശനിൽ സീരിയലുകൾ, ഡോക്യുമെൻ്ററികളും മറ്റും ആദ്യമായി സംവിധാനം ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സിനിമയുടെ ഒരു അകലം ഇങ്ങനെ പാലിച്ചത്? സിനിമയിൽ നിന്ന് അകലം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സിനിമയിൽ അതും അന്നത്തെ പ്രമുഖരായ സംവിധായകരായിരുന്നു KG ജോർജും KP കുമാരനും, രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. ഏത് സിനിമകൾക്ക് വിളിക്കാൻ? അത് യവനിക, KG ജോർജിൻ്റെ അദ്ദേഹത്തിൻ്റെ യവനിക, KP കുമാരൻ ചേട്ടൻ്റെ കാട്ടിലെ പാട്ട്. ഈ രണ്ട് യവനികയിൽ എന്ത് വേഷമാണ് ഓഫർ ചെയ്തത്? അത് ജലജയാണ് ചെയ്തത്. അത് ചെയ്യാതിരുന്ന ഒരു വലിയ മിസ്സായെന്ന് പിന്നെ തോന്നിയോ? ഇല്ല, അങ്ങനെ പോയതിനെ പറ്റി ഒന്നും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ നമ്മൾ. അല്ല, എന്തുകൊണ്ടാണ് ആ ഓഫറുകൾ പഠിക്കുക ഞാൻ. അപ്പം അന്നേരം അച്ഛൻ സമ്മതിച്ചില്ല, പഠിത്തം വിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് പഠിക്കുക ഫൈനൽ ഇയർ ആയി അപ്പോൾ പറഞ്ഞില്ല, പഠിത്തം വിട്ടിട്ടുള്ള കളിയില്ല, അവർ പഠിക്കട്ടെ, പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വാ, അന്നേരം അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്താർക്കും ഒരേ ദിവസം ഇവരൊരുമിച്ചാണ് വരുന്നത്. 2 സിനിമയായിട്ട് ഒരു പുതുമുഖ നടിയെ അന്വേഷിച്ചൊന്നും ആരും വരില്ലായിരിക്കും. ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ ഇതെല്ലാം അച്ഛൻ്റെ മകൾ എന്നുള്ളൊരു ക്രെഡിറ്റ്, അല്ലാതെ ഞാൻ എൻ്റെ ഒരു കപ്പാസിറ്റിയോ കാലിബറോ ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അച്ഛൻ വലിയ നടനായിട്ട് പഠിത്തം വേണം എന്നുള്ള ഇതാണ് അച്ഛൻ പറയും. പിന്നെ നാളെ നിങ്ങൾ പറയും എന്തുകൊണ്ട് അച്ഛനും ഞങ്ങൾക്ക് പറയേണ്ടത് പഠിക്കാൻ എന്ന് ഞങ്ങൾ ചോദിക്കും എന്ന് അച്ഛൻ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് 3 പേരും, മുകേഷ് ഏട്ടനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ചാടി പോവാനായിട്ടൊക്കെ, ഒരു രക്ഷയില്ല. അച്ഛൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അച്ഛമ്മന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അന്നേരം അണ്ണൻ പറഞ്ഞു അത് പിന്നെ അപ്പോൾ ഞാൻ LLB എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ LLBക്ക് വിട്ടു. അങ്ങനെ പഠിത്തം വിട്ടിട്ടുള്ളൊരു കളിയില്ല. അനിയത്തിയാണ് MSc B.Ed എടുത്തു. എല്ലാവരും അത് പഠിത്തത്തിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് മോസ്കോയിൽ തിയേറ്റർ ആർട്സ് പഠിക്കാൻ പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം 5 വർഷം ആ കോഴ്സ്. അതിൽ 2 വർഷം റഷ്യൻ ഭാഷ പഠിക്കണം, 3 വർഷമാണ് നമ്മുടെ മറ്റു കോഴ്സ്. അപ്പോൾ 5 വർഷം പോകും. 5 വർഷം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് വലിയൊരു കാലയളവായിരുന്നു. അതെ, അതുകൊണ്ടാണ് ഇതിന് പോകാൻ. അതുകൊണ്ട് അപ്പോഴത്തേക്ക് പക്ഷേ ഒരു കലാകുടുംബമാണല്ലോ, എല്ലാവരും അഭിനയ രംഗത്തും സംവിധാനം. ഇപ്പം ഓമാധവൻ സാറാണെങ്കിലും എല്ലാം അഭിനയത്തിൻ്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ്. അമ്മയാണെങ്കിലും എല്ലാം, ശ്രീ മുകേഷ് ആണെങ്കിലും എല്ലാം ആ രീതി. അന്നേരം ആദ്യം ഈ ബേസ് എന്തായാലും പഠിത്തത്തിൽ വേണമെന്ന് അച്ഛന് നിർബന്ധം. അത് കഴിഞ്ഞ് അച്ഛൻ പിന്നീട് ഇപ്പം അവസാന സായാഹ്ന കാലത്തെന്ന് പറയാം, സായാഹ്നം എന്നുള്ള സിനിമയിൽ അഭിനയിക്കുകയും വലിയ അംഗീകാരങ്ങളിലേക്ക് വീണ്ടും വരികയും അതിനെ കുറിച്ചൊക്കെ അന്ന് അച്ഛൻ എന്ത് പറഞ്ഞു? സിനിമയിൽ അഭിനയിക്കാൻ അതും അച്ഛനെയും എനിക്ക് ഒരേ സ്വഭാവം ഏതാണ്ട്. ഈ സ്കിപ്പ് ചെയ്യാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും. അച്ഛനും അത് സ്കിപ്പ് ചെയ്യാൻ ഒരുപാട് പരിശ്രമിച്ചു. ആ സിനിമ വേണ്ടാതെ വെക്കാൻ അസൗകര്യങ്ങൾ. അച്ഛന് ആ സമയത്ത് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൊല്ലത്ത് ഷൂട്ടിങ് വെക്കാവോ ഇതൊക്കെ ചോദിച്ചു. അവസാനം എല്ലാവരും കൊണ്ട് നമ്മളെല്ലാം കൊണ്ട് നിർബന്ധിക്കുകയായിരുന്നു അച്ഛൻ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛനെ അവർ പറഞ്ഞ നിങ്ങൾ നോക്കുന്നതിൽ നല്ലപോലെ ഞങ്ങൾ അച്ഛനെ നോക്കുന്ന ശരത്ത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തന്നിട്ടാണ് അച്ഛനെ കൊണ്ടുപോയത്. പക്ഷേ അത് പിന്നെ ഈ അച്ഛനൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ്, ഞാനിങ്ങനെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിയിൽ കടുവാപ്പള്ളിയുടെ അവിടെ എത്തുമ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത്. രഞ്ജിത്താണ് വിളിക്കുന്നത്, ഡയറക്ടർ രഞ്ജിത്ത്. വിളിച്ചിട്ട് സഹപാഠിയായിരുന്നു. രഞ്ജിത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. രഞ്ജിത്ത് പറഞ്ഞ് എടി അച്ഛൻ അവാർഡ് കേട്ടോ ബെസ്റ്റ് ആക്ടർ. ഞാൻ പറഞ്ഞു സത്യം. ഞാൻ പറഞ്ഞ് നീ വിളിച്ച് പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞില്ല, നീ വിളിച്ച് പറ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇനി അച്ഛനല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നീ തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റത്തില്ല, നീ വിളിച്ച് പറയാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലടി സത്യമായിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ വന്നു. അമ്മയ്ക്കാകെ വെപ്രള. അമ്മ പറഞ്ഞു മോളെ അച്ഛൻ അവാർഡ് എന്ന് പറഞ്ഞു. മുകേഷ് ഏട്ടൻ്റെ ചെറിയ മോനപ്പോൾ അന്ന് ചെറിയതവൻ. അവൻ ചോദിച്ചു പിന്നെ അച്ചാച്ചൻ ആരോടൊക്കെയാണ് മത്സരിച്ചതെന്ന്. അപ്പം മമ്മൂട്ടിയുണ്ട്, മോഹൻലാലും ഉണ്ട്, വേറെ ആരുണ്ട്. അപ്പം ഇത് പറഞ്ഞപ്പോൾ
ഇവരോടൊക്കെ മത്സരിച്ചിട്ടാണോ അച്ഛൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചത്? അല്ല മാധവൻ സാറ് വലിയ നടനാണെന്നുള്ള ഒരു പക്ഷേ കുഞ്ഞിനെ കുഞ്ഞല്ലേ. അറിയത്തില്ലല്ലോ. ഞങ്ങൾ എപ്പോഴും പറയും അവൻ്റെ ഒരു ചിന്തയിൽ അതുപോലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിട്ട് ചില സാമ്യങ്ങളുള്ള കഥാപാത്രമായിരുന്നു. ആയിരുന്നു. അച്ഛൻ അതിനെക്കുറിച്ച് അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ അഭിനയിച്ച ശേഷം പറഞ്ഞ പ്രതികരണം എങ്ങനെയായിരുന്നു? അച്ഛൻ പറഞ്ഞു അവാർഡ്, അപ്പോൾ പത്രക്കാരൊക്കെ വന്നിട്ട് അച്ഛനോട് ചോദിച്ചു ഈ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയല്ലോ, എങ്ങനെയായിരുന്നു അഭിനയം എന്നൊക്കെ. അഭിനയിക്കാതിരുന്നതിനാണ് അവാർഡ്. അല്ല, ഈ അഭിനയത്തെക്കുറിച്ച് ഇപ്പം ഈ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്ന് പറയുമ്പോൾ മാധവൻ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു അവസരം പത്രത്തിൽ പണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായി കരുതുന്നു. ഈ അഭിനയത്തെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പാഠങ്ങൾ പറഞ്ഞു തരുമായിരുന്നു? അച്ഛൻ എൻ്റെക്കെല്ലാം ഞങ്ങൾ 3 മക്കളോടും പറയുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സംസാരിക്കുന്നത് ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ഡയലോഗ് ഡെലിവറിയാണ് ഒരു നടൻ്റെ പ്രധാന എനർജി ലെവല്, കപ്പാസിറ്റി. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കണം എന്ന്. അത് ജീവിതത്തിൽ സംസാരിക്കുന്നതിലും താഴോട്ട് നോക്കി സംസാരിക്കണം, ഒരാളോട് മുഖത്ത് നോക്കി സംസാരിക്കണം. അപ്പോഴേ നമ്മൾ എന്താണ് എന്നുള്ളത് മറ്റേ താഴോട്ട് നോക്കുകയും, അതൊക്കെ ചഞ്ചല ചിത്തരാണ്. അപ്പം നിങ്ങളെ ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ മുഖത്ത് നോക്കി സംസാരിക്കണം, ഒരിക്കലും തലതാഴ്ത്തി സംസാരിക്കാൻ പാടില്ല എന്ന്. ഇതൊക്കെ കൊച്ചിലെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എൻ്റെയൊക്കെ പറയും അക്ഷരം പറക്കി വെച്ച് കണക്കാൻ ഞാൻ സംസാരിക്കുന്നത്. അത് കുഞ്ഞിലേ ഉള്ള ഒരു ഇതാണ്. പിന്നെ ശബ്ദം, അത് സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ വെച്ചിട്ട് പറയും, എവിടെ ഇരുന്നാലും അവളെ ശബ്ദം പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എവിടെ ഇരുന്നാലും ശബ്ദം റീച്ച് ആവും. അതൊക്കെ എന്താ വെച്ചാൽ കൊച്ചിലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ പൊന്മാൻ ഇപ്പൊ ഒരു ദീർഘ ഇടവേളയ്ക്ക് ശേഷമാണ് അഭിനയിച്ചത്. അന്നേരം വന്നപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടായിരുന്നോ? അതോ ഒരു മീനെപ്പോഴും വെള്ളത്തിലെടുത്തിട്ടാ നീന്തി പോകുന്ന പറയുന്നത് വെള്ളത്തിൽ ജീവിച്ചു? ആദ്യം ഒന്ന് പിടയ്ക്കുമല്ലോ, ഒന്ന് ഒരു ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കറിയാം ഇത് അഭിനയിച്ചല്ലേ പറ്റൂന്ന് എനിക്ക് തന്നെ തോന്നി. ഈ 2 ടേക്ക് 3 ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്രയും തിരക്കുള്ള ഈ എന്ന് പറഞ്ഞാൽ ഇവൻ കൊടുത്തിരിക്കുന്ന ഡേറ്റുകൾ ഇതെപ്പോഴും അവിടെ സെറ്റിൽ ചെയ്യാൻ കേൾക്കും. ബേസിൽ ഇത്ര ഡേറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നമ്മൾ കാരണം ഇവിടെ ഡേറ്റൊക്കെ തെറ്റിപ്പോയാലോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്ക് വന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ചെയ്തല്ലേ പറ്റൂ, അപ്പോൾ പിന്നെ ചെയ്യണം. താരതമ്യേന യങ് ടീമായിരുന്നല്ലോ, അവരോടൊപ്പം ഒരു വൈബ് എങ്ങനെയായിരുന്നു? അത് ഞാൻ ഇന്നലെയും കൂടെ ഞാനിത് പറഞ്ഞേ ഉള്ളൂ. മുകേഷ് ചേട്ടനൊക്കെ ഞാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പം നമുക്കൊന്നും പുതുമയുണ്ടാവില്ല. നമ്മുടെ പുതുമയെന്ന് പറയുന്നത് നമ്മൾ പഴയ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മളെക്കാൾ താഴ്ന്ന പ്രായത്തിലുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോഴേ നമ്മൾ ഫ്രഷ് ആവും, നമ്മുടെ ബ്രെയിൻ ബ്രഷപ്പ് ആവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ക്ലീൻ ചെയ്യുന്നു, ഒരു ക്ലീനിങ് ഉണ്ടല്ലോ. എപ്പോഴും നമ്മൾ വീടുകൾ ക്ലീൻ ചെയ്യുന്നു, സാധനങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുന്നു, പഴയ സാധനം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളുടെ ഭൗതികമായ തലത്തിലും ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ പ്രായത്തിൻ്റെ തട്ടുകൾ പല തട്ടിലുള്ളവരുമായിട്ട് നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ബേസിൽ ഒഴികെയുള്ള ഇപ്പം നായികയായിട്ട് വന്ന ലിജോ മോൾ അല്ലെ മറ്റു കഥാപാത്രം അവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലിജോ മോളെ കണ്ടപ്പെടുന്ന എനിക്കറിയത്തില്ല. ഇവരൊക്കെ വലിയ നടികളാണ്. ഈ സജിൻ ഗോപു വന്നു, എനിക്കറിയത്തില്ല. ഞാൻ ഇവരുടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒന്നും പേര് ഇന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചോദിച്ചിട്ട് ആരൊക്കെ, ഞാൻ പിന്നെ ഒരേ ലിജോ മോളുണ്ട്. അപ്പം അമ്മ അത് വലിയ ഞാൻ പറഞ്ഞു ഏതാ? അപ്പോഴാണ് ഈ തമിഴ് സിനിമ ഇത് ഞാൻ കണ്ടു, ഇവിടെ ആക്ടിങ് കണ്ടുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ട. ഞാൻ പറഞ്ഞു അയ്യോ ആ മോളാണോ ഈ മോള്? അതൊന്നും മെലിഞ്ഞിരിക്കുക, ഇപ്പം ഇത്തിരി വണ്ണം വെച്ച്. പിറ്റേന്ന് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ വലിയ നടിയാണ്, ഞാൻ നിൻ്റെ അഭിനയം ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, സത്യത്തിൽ ആ ആളാണ് നീ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണം. അവളെന്നെ അമ്മ എന്ന് തന്നെയായിരുന്നു വിളിച്ചത്. അതുപോലെ മറ്റേ ആവേശം എന്നുള്ള സിനിമയിൽ അമ്പാനായിട്ട് അഭിനയിച്ച ആള്, അത് പിന്നാണ് ആവേശം റിലീസ് ആവുന്നത്. അപ്പോഴേ എത്ര ദിവസം നമ്മുടെ കൂടെ നിന്നിരുന്ന ഒരാളായിരുന്നു ഇതെന്നുള്ളത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം ഏറ്റവും കിട്ടിയ അഭിനന്ദനം ആരിൽ നിന്നായിരുന്നു? ഏറ്റവും നല്ല അഭിനന്ദനം മുകേഷ് ഏട്ടൻ എന്ത് പറഞ്ഞു? അതെ, ഏറ്റവും വലിയ മുകേഷ് ഏട്ടൻ ഇപ്പം എൻ്റെ ബ്രദറാണ്. അദ്ദേഹം എന്നെപ്പറ്റി നല്ലപോലെ അറിയാം. ഞാൻ അഭിനയിക്കാതിരിക്കുന്നതിലുള്ള വിഷമവും ഇതൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞത് ഇനി നീ അഭിനയിക്കാൻ പോയില്ലെങ്കിൽ അവിടെ വന്ന് ഞാൻ അടിക്കും എന്ന് പറഞ്ഞു. അത് ആ ഒരു ബ്രദർലി ഒരു സിസ്റ്ററോട് കാണിക്കുന്ന വലിയൊരു എന്താ പറയുന്ന ഒരു ഇതാണ്. പക്ഷേ
എൻ്റെ ഭർത്താവ് എന്നെ അഭിനന്ദിച്ചു. അതാണ് അതേ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് എന്തും ചെയ്താലും നല്ല വാക്ക് പറയത്തില്ല. എൻ്റെ അച്ഛനാണ് പിശുക്കന. അപ്പോൾ സിനിമ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സിനിമ കാണാൻ പോയി. അപ്പം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഈ സിനിമ എല്ലാം ഇവരെ വീട്ടുകാരുമായിട്ട് കാണുക. ഞാനങ്ങനെ കാണാറില്ല. ഞാൻ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അന്നേരം എൻ്റെ മകനും മരുമകളും പിന്നെ സിസ്റ്റർ ജയശ്രീയുടെ മോളൊക്കെ പറഞ്ഞു അത് പാടില്ല അമ്മ, അമ്മയും കൂടെ വന്നിരുന്ന് കാണണം, നമ്മൾ ഫാമിലി ആയിട്ടില്ലിരിക്കുന്നത്, അമ്മ ഓഡിയൻസ് എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നതെന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി എൻ്റെ അമ്മയും കൊണ്ടുപോയി ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നെ കണ്ടതും എൻ്റെ ഫസ്റ്റ് ഡയലോഗ് വന്നപ്പോഴും ദിവ്യദർശൻ്റെ മോള് വാവ പറഞ്ഞ് ഇതെൻ്റെ അച്ഛമ്മ തന്നെ എന്ന് പറഞ്ഞു. അത് ഹൈ വോളിയത്തില്ല പറഞ്ഞു. അപ്പോൾ മുമ്പിരുന്നവരെല്ലാം തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കതൊരു ചമ്മൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഷുഗർ ഡൗണായി. അമ്മയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഷുഗർ ഡൗണായി. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഷുഗർ ഡൗണായി, എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അമ്മയും കൊണ്ടങ്ങ് വീട്ടിൽ പോകും, പിന്നെ ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു തരത്തിൽ രക്ഷപ്പെടുകയായിരുന്നു അവിടെ. ഞാൻ സ്കിപ്പ് ചെയ്തു അവിടുന്ന്. ഞാൻ അമ്മയും കൊണ്ട് വേഗം ഡ്രൈവറെ വിളിച്ചു, കാറിൽ കയറി ഞങ്ങളിങ്ങ് വീട്ടിൽ വന്നു. തിരിച്ചു വരുന്നവരെ നമ്മുടെ മനസ്സിനകത്ത് ഈ ശിഖാരമേളോ മറ്റത് എല്ലാം നടക്കുക, എന്തായി എന്നൊന്നും അറിയാൻ വയ്യല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കേക്കും കൊണ്ടാണ് വന്നത്. അന്നേരം ജയശ്രീയുടെ മോൾ എൻ്റെ ഒക്കെ പറഞ്ഞു ഒരു കേക്ക് മേടിക്കണമെന്ന് വലിയച്ഛൻ പറഞ്ഞു. അപ്പം അവൾ ചോദിച്ചു എന്താ എഴുതണ്ടേ, പൊന്മാൻ ടീമെന്ന് എഴുതട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഇത് സന്ധ്യയ്ക്കാണ്, അവളിത് അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തു. അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞല്ല എൻ്റെ മനസ്സ് നിറഞ്ഞ അഭിനയം കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തി തോന്നിയില്ലേ, നന്നായിട്ട് ചെയ്തു. അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആ രാത്രിയിൽ ആദ്യ രാത്രിയിൽ ബേസിലിനെ തടയുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആക്ടിങ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ശൗര്യം കാണിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അവരുടെ ഒരു ദയനീയതയുണ്ട്. ദയനീയമായൊരു സിറ്റുവേഷന് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് ലൈറ്റ് ഓഫ് ചെയ്യാത്ത ഒരു ആദ്യരാത്രിയുടെ മുറി, കണ്ണാടി ചില്ല് അതിൽ കൂടെ നിഴൽ രൂപങ്ങൾ പുറമെ നിൽക്കുന്നവർക്ക് കാണാം. അവിടെ ഒരു അമ്മ കാത്തു നിൽക്കുക. എന്ന് വെച്ചാൽ ഏത് നിമിഷവും അവൻ വരും എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അവിടെ വന്ന ഫസ്റ്റിൽ നമ്മൾ ആ ഒരു എനർജി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ ആ മൂഡിലോട്ട് പോകണം, ദയനീയതയിലോട്ട് പോകണം. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം വിത്തൗട്ട് ഡയലോഗ് ആകെ ഒരു മോനേന്നൊരു ഡയലോഗേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ അവിടെ. അപ്പം അത് എനിക്ക് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം 2-3 ടേക്ക് എടുക്കും. സംവിധായകന്റെ മനസ്സിൽ ഇതൊക്കെ ചിത്രങ്ങളുണ്ടല്ലോ, ഓരോന്നിനും ചിത്രങ്ങളുണ്ട്. ആ ഡയറക്ടർ സംവിധാനം ചെയ്തു. അല്ല അതുണ്ടായിരുന്നു. ആ രംഗം വളരെ ഇതായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നി. എന്നിട്ട് പിന്നെ എനിക്കത് കണക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് മകനെ ചവിട്ടിയിടുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ചവിട്ടങ്ങളോ കൊണ്ടുവന്ന് എനിക്കൊരു ടെൻഷനുണ്ട്, നമ്മൾ ആ ഫോഴ്സിൽ വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവൻ പറഞ്ഞ് ചവിട്ട് കൊണ്ടാലും കുഴപ്പമില്ല ചേച്ചി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതെനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് പിന്നെ അത് പിന്നെ ഇവിടെ ദിവസേന ലവനെ ഇട്ട് ചവിട്ടുന്നതാണ് മകനെ ദിവ്യദർശനെ അമ്മയ്ക്ക് പിന്നെ അത് ഈസി ആയിരിക്കുമല്ലോ എന്ന് വീട്ടിൽ പിള്ളേർ പറഞ്ഞു. അത് പിന്നെ ഈസി ആയിരിക്കുമല്ലോ, ലവനെ ഇട്ട് ചവിട്ടുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ അമ്മയും പറയും ഒരു ചവിട്ട് തന്നാലുണ്ടല്ലോ എന്ന് പറയും. ഒരിക്കലും ചവിട്ടാറില്ല, ഒരമ്മയും മക്കളെ ചവിട്ടാറില്ല. പക്ഷേ ഇവർക്ക് തെറ്റ് കാണിക്കുമ്പോൾ ഒരു ചവിട്ട് കൊടുത്താൽ എന്താണെന്ന് എല്ലാ അമ്മമാർക്കും തോന്നുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു സീനും എനിക്ക് പിന്നെ നമ്മൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു നടനും നടിയും ഈ കഥാപാത്രമായിട്ട് ഈ ആക്ഷനും കട്ടിനും ഇടയിലാണ് അഭിനയിക്കുന്നതെങ്കിലും അത് സെറ്റിൽ ഉപേക്ഷിച്ചിട്ടായിരിക്കും കഥാപാത്രത്തെ പോകുന്നു പറയാറുണ്ടെങ്കിൽ ഈ കഥാപാത്രം ഉള്ളിലേക്ക് വരൂ? കഥാപാത്രം ഉള്ളിലുണ്ടെങ്കിലേ പുറത്തോട്ട് വരൂ. അല്ല പിന്നീട് കഴിഞ്ഞ് പോകുമ്പോൾ എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആവും. പക്ഷെ എന്നാലും ഒരു ബുദ്ധിമാനായ നടൻ അല്ലെങ്കിൽ നടി അത് അവിടെ ഉപേക്ഷിക്കണം. പക്ഷേ ഈ സിനിമ പൊന്മാൻ കണ്ടിട്ട് തിയേറ്റർ വിട്ട് ഇറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ബേസിൽ ജോസഫിനൊപ്പം നിൽക്കുന്നത് സന്ധ്യ രാജേന്ദ്രന്റെ, ബാക്കി ആരെയും ചെറുതാക്കി കാണിക്കുന്ന എല്ലാവരും നന്നായിട്ട് അഭിനയിച്ച നായിക അടക്കം. പക്ഷേ സന്ധ്യ രാജേന്ദ്രന്റെ കഥാപാത്രമാണ് എല്ലാവരും വലിയ രീതിയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ വീട്ടിൽ ഇത്രയും വലിയൊരു സ്വർണ്ണം ഇരുന്നിട്ട് ഈ കലാകുടുംബത്തിൽ ഈ പൊന്നിനെ കുറിച്ചുള്ള ചിത്രമാണ്. ഈ സ്വർണ്ണം ഇത് ആദ്യമായിട്ടാണ് വെളിപ്പെടുന്നത്. മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും അല്ലേ? വേറെ പുറത്തുള്ള ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിച്ച് അഭിനന്ദിച്ചോ? ഇല്ല, എന്നെ അങ്ങനെ ഡയറക്റ്റ് ഒരുപാട് പേര് വിളിച്ചു.
എനിക്ക് മേനക സുരേഷ് വിളിച്ചു. അതെനിക്ക് വലിയൊരു കാര്യം, കാരണം അത്രയും ഇതായിട്ടുള്ളൊരു നിർമ്മാതാവല്ലേ, വിളിച്ചു. പിന്നെ സത്യനന്ദിക്കാട് അദ്ദേഹം ബേസിലിനെ വിളിച്ചിട്ട്, അല്ല ബേസിലിനല്ല ജ്യോതിഷിനെ വിളിച്ചിട്ട് എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ വേറെ വിജയബാബു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി എന്തുകൊണ്ട് ലേറ്റായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇത് കണക്കൊരു ആക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എത്താനും എൻ്റെ കൈകളിലൂടെ അത് പുറത്ത് കാണിക്കാനും അതിനൊരു സമയം ഉണ്ടായിരിക്കും. അല്ല, ഇനിയൊരു നല്ല വേഷം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ അതോ? പിന്നെ എന്താണ് ഇപ്പോഴത്തെ തിരക്ക്, എന്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാടകം. അത് 62 വർഷം ആയി അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ്. എല്ലാ വർഷവും ഞങ്ങൾ പുതിയ നാടകം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അച്ഛൻ എന്ന് പറഞ്ഞ പേരിലാണ് ആ നാടകം പോകുന്നത്. ഇനിയിപ്പോൾ പുതിയത് ഫ്രാൻസിസ് ടി മാവേലിക്കര എഴുതിയത്. ഇനിയിപ്പോൾ പുതിയത് വരുന്നത് മെയ് മാസം അതിൻ്റെ റിഹേഴ്സൽ തുടങ്ങും, ശാകുന്തളം. അപ്പം അത് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരെ കയ്യിലായി, അവർ ട്രൂപ്പ് കൊണ്ട് അവർ കളിച്ചോളും. പിന്നെ സീരിയൽ പ്രൊഡക്ഷനുണ്ട്. അത് ഒരു കന്യാദാനം എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളത്തിലെ നമ്പർ 1 സീരിയലുകളിലൊന്നാണ്. അതിന്റെ നിർമ്മാണം നമ്മളാണ്. നിർമ്മാതാവ് നമ്മൾ. അതിപ്പോ എത്ര എപ്പിസോഡായി? അത് 1500 കഴിഞ്ഞല്ലേ. ഇതിനു മുമ്പ് ഏഴിലംപാല എന്ന് പറഞ്ഞുള്ള ഒരു സീരിയൽ, അതിലെ നായിക യക്ഷിയെ അവതരിപ്പിച്ചു. ഈ ഇടയ്ക്കിടയ്ക്ക് അഭിനയിക്കാനുള്ള അവസരം വരുമ്പോൾ അഭിനയിക്കുകയും ചെയ്യും. സ്വന്തം പ്രൊഡക്ഷൻ. അത് ഈ യക്ഷി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊന്നും എൻ്റെ ലിസ്റ്റിലില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ യക്ഷിയുടെ കാര്യം ഇങ്ങനെ ആ കഥാപാത്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഒരു ഉൾവിളിയായിരുന്നു, അതെനിക്ക് ചെയ്യണം. എന്തായാലും 24 hours എൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പം പിന്നെ അഭിനയിച്ചാൽ എന്താ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനത് അഭിനയിക്കാം, യക്ഷിയായിട്ട് ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഈ മുടി മുട്ടയടിക്കണം, കറുത്ത സാരി ആയിരിക്കണം, ഡ്രസ്സ് കറുപ്പായിരിക്കണം. അതുവരെ കണ്ട യക്ഷിയുടെ പാറ്റേണേ മാറി. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. മദ്രാസിൽ നിന്നായിരുന്നു, മുകേഷ് ഏട്ടൻ്റെ മേക്കപ്പ് മാനായിരുന്നു അതൊക്കെ ശരിയാക്കി തന്നത് എനിക്ക്. പക്ഷേ എൻ്റെ അച്ഛൻ അപ്പോൾ പൂജയുടെ അന്ന് വന്നു. അപ്പോൾ അച്ഛൻ ജനലിനപ്പുറം ഇപ്പുറം നിന്നിട്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. അപ്പോൾ ഞാൻ ഈ വിഗ് വെച്ചിട്ടുണ്ട്, തലമുട്ടയടിച്ച വിഗ് വെച്ച് കഴിഞ്ഞു. അച്ഛൻ ഒന്നും നോക്കിയിട്ട് അച്ഛനങ്ങ് ആകെ വിഷമമായി. അച്ഛൻ വന്നിട്ട് പിന്നെ അകത്ത് വന്നിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞു, നീ എന്തിനാ ചെയ്തെന്ന് ഇങ്ങനെ തല തട്ടി. അപ്പം അച്ഛൻ വിഗ്ഗ. അച്ഛൻ പിന്നെ ഓഫ് എന്നിങ്ങനെ ഒന്നും കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഓ സക്സസ്. അച്ഛനെ പോലെ ഒരാളെ പോലും തെറ്റിദ്ധരിച്ചെങ്കിൽ ആ ക്യാരക്ടർ ഓക്കെ ആയി എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ കാളിദാസ കലാകേന്ദ്രത്തിലെ നാടകത്തിൽ ഏതെങ്കിലും ഒരു നടി വരാതിരുന്നാൽ ആ വേഷം ചെയ്യാൻ സന്ധ്യ തയ്യാറാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നേരം ഇതെങ്ങനെ, ഇതിന്റെ ഡയലോഗും എല്ലാം നേരത്തെ അറിയോ, എങ്ങനെയാണ് അതിന്റെ റിഹേഴ്സൽ സമയത്ത് നമ്മളവിടെ ചെല്ലുമല്ലോ. ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് എല്ലാവരെയും ഡയലോഗുകൾ അറിയാം. ആര് വന്നില്ലല്ലോ ഞാൻ മുകേഷ് ഏട്ടനും പോയി അഭിനയിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ വിനു മോഹനില്ലേ, അവരച്ഛൻ മോഹൻകുമാർ വരാതിരുന്നപ്പം മുകേഷ് ഏട്ടൻ അഭിനയിച്ചു. കൊള്ളയെ പിടിക്കുമെന്ന് മുകേഷ് ഏട്ടൻ അഭിനയിച്ചു. റിഹേഴ്സൽ തുടങ്ങുമ്പോൾ തൊട്ടാ നിങ്ങൾ 3 പേരും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ നമ്മളെ ചെറിയ പ്രായമല്ലേ, വേഗം ക്യാച്ച് ചെയ്യുമല്ലോ. ഡയലോഗുകളും കാര്യങ്ങളും വേഗം ക്യാച്ച് ചെയ്യും. 2-3 റിഹേഴ്സൽ എത്തുമ്പോഴേ നമ്മൾ നാടകക്കാര മക്കളല്ലേ, അത് ആരും പഠിപ്പിച്ചില്ല, അപ്പം ക്യാച്ച് ചെയ്യും. അല്ല, നാടകത്തിലേക്ക് ആദ്യം അഭിനയിക്കുന്നത് ഓർമ്മയുണ്ട്. അച്ഛനോടൊപ്പം ആണോ അഭിനയിച്ചത്? ഒരു ദിവസം ഇതിടക്ക്, പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമ ഞാൻ പഠിക്കുമ്പോഴാണ്, ഞാൻ ലീവിന് വന്നതാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ ഇവർ നാടകത്തിന് പോയി കഴിഞ്ഞിട്ട് ഫോൺ വന്നിട്ട് നീ എന്തെടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. ആ ഡ്രൈവറുണ്ടോ? ഉണ്ട്. എന്നാൽ കരുനാപ്പള്ളിയിലോട്ട് വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചെന്നു, കരുനാപ്പള്ളി ചെന്നു. അപ്പോൾ എൻ്റെ വിചാരം ഒന്നിൽ അച്ഛൻ്റെ മരുന്ന് എന്തെങ്കിലും മറന്നു കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം എന്നെ ഏൽപ്പിക്കാനായിരിക്കും എന്ന്. കരുനാപ്പള്ളി ചെന്നപ്പോഴത്തേക്ക് ഡ്രൈവർക്ക് പറഞ്ഞു, നീ തിരിച്ചു പോയിക്കാം, നീ വണ്ടി നാളെ വണ്ടി. അപ്പോഴും കാര്യം പറഞ്ഞുകൂടാ. കയറിയപ്പോൾ അച്ഛൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് തന്നു. ആ പ്രധാന നടി വന്നിട്ടില്ല. ഇത് തൃശ്ശൂരാണ് നാടകം, റീജിയണൽ തിയേറ്ററിൽ. തൃശ്ശൂർ വരെ ടൈമുണ്ട്, വേഗം പഠിച്ചോളാൻ പറഞ്ഞു. അവനിന്ന് വായിച്ചപ്പോൾ അച്ഛൻ കൂടെ ഉള്ളവരും നമ്മുടെ മനസ്സിൽ ടെൻഷനായി. ഇത് നായികയല്ലേ, ഫുൾ പറയണ്ടേ ഡയലോഗും. തൃശ്ശൂരെത്തി, അത് കഴിഞ്ഞിട്ട് അവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരാളും അറിഞ്ഞില്ല പുതിയ കളിക്ക് വന്നു എന്ന് പറഞ്ഞു. ഈ അഭിനയത്തിന്റെ സർവകലാശാലയിലാണ് ജനിച്ചു വളർന്നത്, പക്ഷെ പഠിക്കാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയ അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ്. അച്ഛൻ്റെ നിർബന്ധം. അവിടെ ശ്യാമപ്രസാദ് ഉണ്ടോ? ഇപ്പൊ ശ്യാമപ്രസാദിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഋതുവിൽ അഭിനയിച്ചു. ശ്യാം വേറെ സിനിമകളിലേക്കൊന്നും ക്ഷണിച്ചില്ല. അല്ല, അത് അവരിപ്പോ പറഞ്ഞു. ഞാൻ ആഗ്നസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് രഞ്ജിത്തും ശ്യാമും എല്ലാം പറഞ്ഞു, നമ്മൾ ഇവളെ കണ്ടെത്തേണ്ടതായിരുന്നു. പക്ഷെ അവർക്കൊക്കെ അറിയാം ഞാൻ അഭിനയിക്കുന്ന ആളാണെന്നറിയാം. പക്ഷേ എൻ്റെ ഇത് പുറത്തു വരാൻ എനിക്കൊരു ജ്യോതിശങ്കർ വേണ്ടി വന്നു. ജ്യോതിശങ്കറിൻ്റെ കൈകളിലൂടെ ആയിരിക്കണം ചിലപ്പം ഞാൻ
ആ ഒരു മികച്ച ഒരു അഭിനയം പുറത്ത് വന്നത്. പുറത്തു കൊണ്ടുവരണം. അല്ല, ഇത് ഇനിയിപ്പോൾ ഇത്തരം കഥാപാത്രങ്ങളുടെ എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ അതോ? സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ അങ്ങനെ ഓഫർ ഒന്നും വന്നിട്ടില്ല. ഇപ്പം ഈ സഹോദരി ജയശ്രീ ശ്യാംലാൽ, ജയശ്രീയും അഭിനയിക്കുമായിരുന്നല്ലോ അല്ലേ? പിന്നെ ജയശ്രീ ഏറ്റവും നല്ലപോലെ അഭിനയിക്കുന്ന ആള്. അവള് യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. ആക്ട്രസ് ഇല്ല, ബെസ്റ്റ് ആക്ടർ. അതായത് ആണിൻ്റെ വേഷമായിരുന്നു ചെയ്തത്. അപ്പോൾ അവൾക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അന്ന് ആ പ്രാവശ്യം മുകേഷ് ഏട്ടനും മത്സരിക്കുന്നുണ്ട്, പക്ഷെ ഇവക്കാണ് കിട്ടിയത്. മുകേഷിനോട് മത്സരിച്ച് ജയശ്രീക്ക് കിട്ടി. അന്ന് കേരള യൂണിവേഴ്സിറ്റി തന്നെ വലുതാണ്, ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും മറ്റൊന്നും ഇല്ലല്ലോ. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളായിരുന്നു. അത് ഞാനാ സംവിധാനം ചെയ്തു കൊടുത്ത നാടകം. ഞാനപ്പോൾ സ്കൂൾ ഡ്രാമയിൽ പഠിക്കുക. ജയശ്രീ ഇപ്പം ലണ്ടനിലാണ്. മകള് സിനിമ എടുത്തിരുന്നു. മൂത്ത മോള് സ്ക്രിപ്റ്റ് എഴുതും. അവൾ എഴുതിയ സ്ക്രിപ്റ്റ് ഇളയ കുട്ടിയാണ് ഡയറക്റ്റ് ചെയ്തത്, നത്താലിയ ഷാം. ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്. എല്ലാരും കലാരംഗത്താണ്. അതെ അതെ. ഇപ്പൊ നാടകം ഇപ്പൊ എനിക്ക് 62ാമത്തെ നാടകമാണ് ഇപ്പൊ അച്ഛൻ. ഈ നാടകരംഗം എങ്ങനെയുണ്ട് ഇപ്പൊ പൊതുവെ? ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരു അപകടത്തിൽ 2 നടിമാർ മരിച്ചപ്പോൾ അന്ന് സന്ധ്യ നമ്മുടെ പത്രത്തിൽ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. അവരുടെ ഈ നാടകരംഗം അത്ര ഒരു സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ? സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റില്ലാതെ കൊണ്ടുപോയാൽ മെച്ചമാണ്. ഓരോ തൊഴിലിനും കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സ്കെയിലുണ്ടല്ലോ. അപ്പം അതങ്ങനെ വെച്ച് നോക്കിയാൽ സുഖമായിട്ട് കുടുംബമൊക്കെ പുലർത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പം ഈ സീരിയലിലോ സിനിമയിലോ അഭിനയിക്കുന്ന കണക്ക് ഇവർക്ക് ഒരു പിന്നെ അട്രാക്ഷനോ ഇതോ കിട്ടാൻ വഴിയില്ല. ആളുകൾ തിരിച്ചറിയും, പബ്ലിസിറ്റി അത്രത്തോളം വരും എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. സീരിയലിൽ അഭിനയിച്ചാൽ കിട്ടുമെന്നുള്ളൊരു ഇതുണ്ടല്ലേ? സീരിയലിൽ അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല നടീനടന്മാർ നാടകത്തിലാണ്. സീരിയലിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണല്ലോ. സീരിയലിലൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇവർ അഭിനയിക്കുന്ന പലരും അഭിനയിക്കുന്നത് എന്നാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. പക്ഷേ ചിലരൊക്കെ അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കുറച്ച് നാളത്തെ ഒരു പബ്ലിസിറ്റി മതി, ഒന്ന് 10 പേരെ അറിയുക. അത് കഴിയുമ്പോൾ അവർ സിൻസിയറിറ്റി ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അവരതങ്ങ് ഇട്ടിട്ടങ്ങ് പോകും. സിനിമയിൽ അവസരം കിട്ടിയാൽ സീരിയൽ ഇട്ടിട്ട് പോകും. ഇങ്ങനെ ഇപ്പൊ പിന്നെ ചിലപ്പോ സിനിമ കയറിയിട്ട് തിരിച്ച് നാടകം ഒരു ദിവസമെങ്കിലും ഒരു നാടകത്തിൽ അഭിനയിക്കുക. അതിൽ അഭിനയിക്കുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ലൈവല്ലേ. നമുക്ക് ഓഡിയൻസ് മുന്നേ ഇരിക്കുമ്പോൾ നമ്മളെ പെർഫോമൻസ് അവർ ഉടൻ തന്നെ അത് കിട്ടുന്നു. അവരതിനുള്ള തിരിച്ചിങ്ങോട്ടുള്ള പ്രതിഫലവും തരുന്നു നമുക്ക്. ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു അഭിനേതാവിന്റെ ചലഞ്ച് ഏറ്റവും പ്രധാനം നാടകത്തിൽ തന്നെയാണ്. പിന്നെ ഡയലോഗ് റീടേക്ക് ഉണ്ടാവും, റീടേക്ക് ഇല്ലല്ലോ. കാണാതെ പഠിക്കണം. അത്ര ബുദ്ധിമാന്മാർക്ക് നാടകത്തിൽ അഭിനയിക്കാൻ പറ്റും. അത് കംപ്ലീറ്റ് കാണാൻ പഠിക്കണം. ഡയലോഗ് മൊത്തം കാണാൻ പഠിക്കണം. പ്രോംപ്റ്റിംഗ് ഇല്ല. പിന്നെ തരുന്ന മ്യൂസിക്, ലൈറ്റ്, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് വേണം നിൽക്കുന്നത്. അപ്പോൾ എത്രമാത്രം അയാൾ ഈ പറഞ്ഞ ക്യാരക്ടർ ആവുകയും ഒപ്പം ഈ ടെക്നോളജിക്ക് അനുസരിച്ച് നിൽക്കുകയും ചെയ്യണം. അപ്പോൾ അതിബുദ്ധിമാന്മാർക്ക് നാടകത്തിൽ നല്ലപോലെ അഭിനയിക്കും. മലയാളം അച്ഛനെ പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ നടിമാരിൽ ഒരാളാണ് അമ്മ വിജയകുമാരി. വളരെ ഇടയ്ക്കൊക്കെ സിനിമയിൽ അഭിനയിക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മയുടെ ആരോഗ്യം? എങ്ങനെയുണ്ട്? അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അഭിനയിക്കാനുള്ള താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും കൂടെ മുകേഷ് ഏട്ടനൊക്കെ പറഞ്ഞു, മോനെ എനിക്ക് നല്ലൊരു വേഷം കിട്ടിയിട്ട് വേണം, ഒന്ന് അഭിനയിക്കണം, അപ്പോഴത്തേക്ക് അമ്മ ഒന്ന് ഓക്കെ ആവണം എന്ന് പറഞ്ഞു. അമ്മ ഒരു ഇടക്കാലത്ത് കുറച്ച് അസുഖമായിട്ടൊക്കെ കിടന്നിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് അമ്മ ഇനി അങ്ങനെ പഴയ കണക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം അവരുടെ പ്രായം കൊണ്ട്. പക്ഷേ ഇവർ തിരിച്ചു വന്ന് നമ്മളെക്കാളും മിടുക്കിയായി ആ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊരു നടിയായതുകൊണ്ടാണ്. അവർക്ക് അഭിനയിക്കാനുള്ള ത്വര ഇതുവരെ തീർന്നിട്ടില്ല. ആ എനർജിയാണ് അവർ. ഇപ്പം ഞാൻ അണ്ണൻ്റെയൊക്കെ പറയും, മുകേഷ് ഏട്ടനെ ഞാൻ പറയും, അണ്ണൻ നമ്മൾ പല കാര്യങ്ങൾക്ക് മൂഡ് ഓഫ് ആവുന്നു, ഇനി ജീവിതം എന്തെന്ന് ചിന്തിക്കുന്നു, നിരാശ, എന്തോ കാര്യം മതി, ചെറിയൊരു കാര്യം മതി, അപ്പം പുള്ളിക്കാരൻ അപ്പം ഫെഡപ്പായി. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പം ഞാൻ പറയും, നമ്മൾ അമ്മയെ കണ്ടുപിടിച്ചാൽ പോരെ. അമ്മ കണ്ടില്ല, ഇങ്ങനൊരു ബെഡഡായിട്ടുള്ളൊരു സ്ത്രീയാണ് വന്ന് നടന്ന് മുകളിലത്തെ നിലയിൽ കയറി താഴത്തെ നിലയിൽ കയറി. കാരണം വല്ല ക്യാരക്ടർ എനിക്ക് സ്റ്റെപ്പ് കയറുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിലോ അന്നേരം ഞാൻ അത് പിന്നെ മാറാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അമ്മ സ്റ്റെപ്പ് കയറുന്നു ഇറങ്ങുന്നു. അപ്പം ഞാൻ ഇത് നമ്മളെ മുമ്പിലുണ്ട് ഉദാഹരണം, നമുക്കത് മതി നമ്മുടെ മോട്ടിവേഷനായിട്ട് നമുക്കെന്ന് പറഞ്ഞു. എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ്. എല്ലാം വീട്ടിൽ നിന്ന്. ഇപ്പം ശ്രീ ഇ എ രാജേന്ദ്രനായിട്ട് അടുക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട ശേഷമാണ് വിവാഹത്തിലേക്ക് വന്നത്, അങ്ങനെയല്ലേ? അതേത് രീതി? അന്ന് നാഷണൽ സ്കൂൾ ഓഫ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നല്ലോ. നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോഴുള്ള പരിചയമാണോ? അതെ.
സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോഴേ ഞാൻ കാണുന്നത്. അതിന് മുന്നേ ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം ഗ്രീഷ്മം എന്ന് പറഞ്ഞ സിനിമയിൽ അവർ നിർമ്മിക്കുകയും നായകനാവുകയും ചെയ്തു. അന്ന് നാനയിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിരുന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇവർ ഫോട്ടോസും വരുമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ നടൻ എന്നുള്ളതിൻ്റെ അപ്പുറം അല്ല വേറൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങൾക്ക് പിന്നെ ഈ സെറ്റിങ്സും ഈ പിന്നെ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് വന്നത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള രാജു സാർ എന്ന് പറഞ്ഞ സാറായിരുന്നു. അപ്പോൾ ആ സാറും ചേട്ടനും ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ ആ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ വരുന്നത്. ചേട്ടൻ വന്നപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് ഇന്നാളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ആളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കാര്യമായിരുന്നു. പക്ഷെ പുള്ളിക്ക് നമ്മളോട് വലിയ മതിപ്പൊന്നുമില്ല. കലാകാരി എന്നുള്ളതിൽ എന്തോ ഒരു പ്രത്യേക ടൈപ്പാണ് ആള്. അപ്പോൾ പരിചയപ്പെടുത്തിയപ്പോൾ പുള്ളി നമ്മളെ അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. ഇത് സന്ധ്യ ഓമാധവൻ്റെ മകൾ എന്ന് പറഞ്ഞപ്പോൾ എന്നിങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ ഒരു അവജ്ഞ ഇദ്ദേഹത്തിൻ്റെ എന്ന്. പക്ഷെ അത് പുള്ളിയുടെ ബേസിക്കാണ്. പുള്ളി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, പുറമേ കാണിക്കാത്തതാണെന്നുള്ളത്. പക്ഷേ ഈ സിനിമ കണ്ടിട്ട് വലിയൊരു അഭിനന്ദനം നൽകി. അതാണ് അതിന്റെ മൂല്യം വർദ്ധിച്ചത് അല്ലേ? എത്രയോ വേറൊരാൾ പോലും നമ്മളെ നല്ലത് പറയുമ്പോൾ പുള്ളി പറയും എന്തിങ്ങനെ പറയുന്ന അവളെ അത്രക്കൊന്നും ഇല്ലെന്ന് പറയുന്ന ആളാ. പക്ഷെ ഇത് എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞാണ് പുള്ളി അത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തു, സിനിമകളിൽ ഒരുപാട് അഭിനയിച്ചു, സീരിയലുകളിൽ അഭിനയിക്കുന്നു. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ അത്ര സജീവമല്ലേ? സിനിമയിൽ ഇപ്പൊ അത്ര സജീവമല്ല. മകൻ ദിവ്യദർശൻ ഇപ്പം ആപ് ജയ്സേ ഹോ എന്ന് പറഞ്ഞിട്ട് സിനിമ ധ്യാൻ ശ്രീനിവാസനായിട്ട് അഭിനയിച്ചത്. അത് 28-ാം തീയതി റിലീസാണ്, ഫെബ്രുവരി 28-ന്. ഇപ്പം നമ്മളെ ഒരു പ്രൊഫഷണൽ നാടകമാണ് കാളിദാസ കലാകേന്ദ്രം. ഇപ്പോൾ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൽ KPSCക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള കലാകേന്ദ്രമാണ് കാളിദാസ കലാകേന്ദ്രം. പക്ഷേ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജി ശങ്കരപിള്ളയുടെ ഇത് അവിടെ പഠിക്കുമ്പോൾ അതൊരു വേറൊരു തരം തിയേറ്റർ അല്ലേ? അതെ, പഠിച്ചിരുന്നപ്പം ഈ അവർക്ക് പഠിക്കുന്നവർക്കും അവിടെ പഠിക്കുന്നവരും ഒക്കെ ശത്രുവായിട്ടും അവജ്ഞയോടും കാണേണ്ട ഒരു മേഖലയാണ് ഈ പ്രൊഫഷണൽ നാടകം എന്നുള്ളതാണ് ഫസ്റ്റ് പാഠം നമുക്ക് അവിടുന്ന് തരുന്നത്. അവർ ചെയ്യുന്ന പോലല്ല നമ്മൾ ചെയ്യുന്ന മറ്റേതെന്ന് അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് കളിക്കാനുള്ള നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ അച്ഛനൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പം അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു ഒക്കെ വല്ലവർക്കും മനസ്സിലാവൂടി ചോദിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലാവും. നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കണം നാടകം. അപ്പോഴും എൻ്റെയൊക്കെ പറയുന്ന ഡയലോഗുകൾക്ക് നീട്ടലും കുറുക്കലും ഒന്നും പാടില്ല. സത്യസന്ധമായ രീതിയിൽ മനുഷ്യൻ സംസാരിക്കുന്ന കണക്ക് സംസാരിക്കണം. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ എല്ലാം ഡയലോഗുകൾക്ക് കുറച്ച് നീട്ടവും അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു താളം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പക്ഷേ കുറച്ച് നമ്മളൊരു സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വേറെ ഇത് വേറെ എന്നുള്ളതല്ലേ. അത് രണ്ടിൻ്റെ ഒരു മിക്സ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അല്ലേ? നമുക്കത് ഉൾക്കൊള്ളാം. ഏതാണ് ആവശ്യം അത് നമുക്ക് കൊടുക്കാൻ പറ്റണമല്ലോ. എല്ലാം പഠിക്കണം. നമ്മൾ സാൻസ്ക്രിറ്റ് തിയേറ്റർ പഠിക്കുന്നുണ്ട്, വിക്ടോറിയൻ ഡ്രാമാസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പഠിക്കുന്നത് എന്താണ് ഏത് സംഗതി ആ സംഗതിക്ക് അനുസരിച്ചിട്ട് നടൻ പ്രിപ്പയർ ആവണം. അത്രയും. മലയാളത്തിലെ ഒരു മികച്ച നടനാണ് ശ്രീ മുകേഷ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഇപ്പം അതൊരു വിലയിരുത്തലിന് വേണ്ടിയല്ല, എന്താണ് ഒരു സഹോദരി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നടനെ കാണുന്നത്? ഇത്രയ്ക്ക് എന്താ പറയുന്ന ഒരു ടൈമിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു നടന് പ്രത്യേകം വേണ്ടതാണ്. പ്രത്യേകിച്ച് കോമഡി ആകുമ്പോൾ അത് ഇത്രയും ടൈമിംഗ് ഉള്ള ഒരു നടൻ മുകേഷ് ഏട്ടനെ പോലെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ജീവിതത്തിലായാലും അങ്ങനെയാണ്. ജീവിതത്തിലായാലും ഒരു പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഡൈവേർട്ട് ചെയ്ത് വേറൊരു ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ അത് പറയില്ല. നമ്മൾ ഫ്ലോ പോയെന്ന് പറയും. ഒരിക്കലും പറയില്ല. അത് മുഴുവൻ നമ്മൾ കേൾക്കണം, ആസ്വദിക്കണം. പറയുമ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയുടെ സംസാര രീതിക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് പിക്ചറൈസേഷനാണ്. പറയുമ്പോൾ ഇല്ല സാംബശിവനൊക്കെ കഥ പറയുന്ന കണക്കാണ്, നമ്മളത് കാണുമല്ലോ. അതേപോലെയാണ് പറയുന്നത്, നമ്മൾ അനുഭവിക്കാൻ പറ്റും നമുക്ക് പറയുന്നത്. അത് ശരി. ഈ പൊന്മാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പൊന്മാൻ്റെ ചിത്രീകരണമല്ല ഏറെക്കുറെ കൊല്ലത്ത് തന്നെയായിരുന്നു. കൊല്ലത്തായതുകൊണ്ടാണോ ആ സിനിമയുടെ വേഷം സ്വീകരിച്ചത്? ആദ്യം അതൊരു അട്രാക്ഷൻ ആയിരുന്നു എനിക്ക്. കാരണം നമ്മുടെ സീരിയലൊക്കെ കൊല്ലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എനിക്ക് എൻ്റെ ആ ജോലിയും ചെയ്യാം ഇതും ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ജ്യോതിഷ് ഈ ആക്ടേഴ്സ് ഞാൻ ആദ്യം മുതലേ ചേച്ചിയാണ് വിചാരിച്ച, ചേച്ചി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച് ജ്യോതിഷ് ഇതിപ്പോൾ കാശ്മീരിലല്ല എവിടെ കൊണ്ടുവച്ചാലും ഞാൻ പോയി അഭിനയിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒരു തോന്നൽ വരുമല്ലോ, അങ്ങനെ വന്നിരുന്നു. യവനികയിലെ നായിക വേഷം ചെയ്ത ജലജയായിരുന്നു. കാട്ടിലെ പാട്ടിൽ എനിക്ക് തോന്നുന്നു രമ്യ കൃഷ്ണൻ അല്ല, പൂർണിമ ജയറാം. പൂർണിമ ജയറാമായിരുന്നു. അന്നേരം
ഈ രണ്ട് വേഷങ്ങളും വളരെ ശ്രദ്ധേയമായി മാറി. പ്രത്യേകിച്ചും ജലജയുടെ ആ ചിത്രം എന്ന് പറഞ്ഞാൽ ജലജയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴെന്താണ് അതിനെ നോക്കി കാണുന്നത്? അങ്ങനൊന്നും ഇല്ല, അങ്ങനെ നഷ്ടബോധമൊന്നും തോന്നില്ല. പക്ഷെ ഞാനും മുകേഷ് ഏട്ടനും അനിയത്തിയും കൂടെ ഒക്കെ കൊച്ചിൽ ഞങ്ങൾ സംസാരിക്കുമ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ വാതിൽപ്പടിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇപ്പം എന്ത് സംഭവിക്കണം എന്ന് അണ്ണൻ ചോദിക്കും ഞങ്ങൾക്ക്, ഇപ്പം എന്ത് സംഭവിക്കണം. അപ്പം ഞാൻ പറയും ഒരു കാറ് വന്ന് ഇവിടെ നിൽക്കും, ആ കാറിൽ നിന്ന് KG ജോർജും ഭരതനും അങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയും മാധവ മോനെ ഞങ്ങൾ കൊണ്ടുപോകും. അണ്ണൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, മോനെ ഞങ്ങൾ കൊണ്ടുപോകാം അഭിനയിക്കാനായിട്ട് എന്ന് പറയും. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ അത് സ്വപ്നം നടന്നിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഉള്ള ഒരു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നതാണ്. ജീവിതത്തിൽ ഒരു കാറിൽ തന്നെ ഈ രണ്ടുപേര് വരുന്നു. പക്ഷെ മകളെ അന്വേഷിച്ചിട്ടാണ്, ഞാനില്ലെങ്കിൽ അനിയത്തിയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല ഞാൻ സ്കൂൾ ഡ്രാമയെ പഠിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അനിയത്തിക്കും അതൊട്ടുമില്ല, അവൾ BSc പഠിച്ചുകൊണ്ടിരിക്കുക, മാത്സ് ആയിരുന്നു അവൾ. അതൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഒരുത്തനും ഇവിടെ നിൽക്കുന്നു, ഒരുത്തനിവിടെ നിൽക്കുന്നുണ്ട്, അവനാരും വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുക തന്നെയാണ് അണ്ണൻ നായകനായിട്ട് വരുന്നു, സിനിമയിൽ ഏറ്റവും നല്ല നടനാവുന്നു, തിരക്കുള്ള നടനാകുന്നു, ഇതൊക്കെ ഞങ്ങൾ പിന്നെ കാണുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നത്. ഇപ്പം ദൂരദർശൻ്റെ ആദ്യകാലത്ത് സംവിധായിക എന്നുള്ള നിലയിലും വളരെ തിളങ്ങിയിരുന്നു. അതിനെയൊക്കെ എങ്ങനെ ഡയറക്ഷൻ എന്നുള്ള ഒരു ഇത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇങ്ങനെ ഡയറക്ഷൻ അഭിനയം അങ്ങനെ വേർതിരിച്ചുള്ള പഠനം എനിക്ക് ലാസ്റ്റ് ഇയർ ഓപ്ഷൻ എടുക്കണം, ഡയറക്ഷൻ, ആക്ടിങ്, ചിൽഡ്രൻസ് തിയേറ്റർ, ഈ 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഡയറക്ഷൻ എടുക്കാനായിരുന്നു ആഗ്രഹം. അപ്പം ശങ്കരപ്രസാദ് സാറ് പറഞ്ഞു പിന്നെ ആക്ടിങ് എടുത്താൽ മതി, കാരണം പെൺകുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ ആക്ടിങ് എടുക്ക് സന്ധ്യയ്ക്ക് നല്ലതായിരിക്കും, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ആവട്ടെ. അപ്പോൾ ഡയറക്ടർമാർ പറഞ്ഞു താടിയൊക്കെ വളർത്തിയ P. ബാലചന്ദ്രനും ശ്യാമപ്രസാദും ദിലീപുണ്ട് ദൂരദർശനുണ്ട്. ശ്യാമപ്രസാദ് അന്ന് ഒരു ബുജിയായിരുന്നു, അങ്ങനെ ബുജിയായിട്ട് ബാലേട്ടനായിരുന്നു ബുജി. ഞങ്ങളെല്ലാവരും ബാലേട്ടെന്നല്ലേ വിളിക്കുന്നത്. ഞങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടെ പുള്ളി MA ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആളായിരുന്നു. നമ്മളൊക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കൊണ്ട് ചെന്നിട്ടുള്ളവരല്ലേ. അപ്പം പക്ഷെ ശ്യാം അന്നേ ഈ പറഞ്ഞ കണക്ക് ഈ ശ്യാമിൻ്റെ നാടകങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലായിരുന്നു. ഇത് ഈ മരവിച്ച ബുദ്ധിജീവി നാടകമൊന്നുമല്ല, ഭയങ്കര ഉത്സവം പോലുള്ള ചെക്കോവിൻ്റെ നാടകങ്ങൾ, ടെന്നീസി വില്യംസിൻ്റെ നാടകങ്ങളൊക്കെ ആയിരുന്നു അന്ന് എടുത്തിരുന്നതൊക്കെ. ഗ്ലാസ് മാനേജറിൽ ഞാനാണ് അഭിനയിച്ചിരുന്നത്. അതാണ് അകലെ അഭിനയിച്ചത്. അമ്മാൻട്ടാന്ന് പറഞ്ഞായിരുന്നു ആ ക്യാരക്ടർ. ഷീല എടുത്ത ഓപ്ഷൻ എടുത്ത ഡയറക്ഷൻ സന്ധ്യ ആക്ടിങ് തന്നെ. പക്ഷേ ഈ ഡയറക്ഷനിലേക്ക് വന്നപ്പം ഡയറക്ഷനിൽ വന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ദൂരദർശൻ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചേട്ടനായിരുന്നു ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വിമൻ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് വന്നു. ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ഞാനാണ്. ആദ്യമായിട്ട് ഈ ഫാഷൻ ഷോയും ഹൗസ് ടിപ്സ്, ഈ വീട്ടിലേക്കുള്ള പലതരത്തിലുള്ള ചാരുതമി ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമായിരുന്നു. അതിനകത്തെല്ലാം വരുമായിരുന്നു. പിന്നെ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാനാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു സ്ത്രീ ആയിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് അങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്തു. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠന കാലയളവിൽ ഇപ്പം അന്ന് ഡിപ്ലോമ ഫിലിം പോലെ ഡിപ്ലോമ നാടകമുണ്ട് അവസാനം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന. അന്ന് എന്തായിരുന്നു സന്ധ്യ ചെയ്തത്? ഞാൻ എല്ലാം നടിയല്ലേ, അപ്പൊ എല്ലാവരുടെയും പ്രധാന വേഷം ഞാൻ ചെയ്തു. രഞ്ജിത്തിന്റെ ഒപ്പം രഞ്ജിത്ത് എന്റെ ജൂനിയർ ആയിരുന്നു. രഞ്ജിത്ത് നമ്മളൊക്കെ എന്താ പറയുക ഒരു കുഞ്ഞനിയനെ പോലെ കൊണ്ടു നടന്നിരുന്നു. ഭയങ്കര അക്ഷരശുദ്ധിയുള്ളവനാണ്. ഈ വോയിസ് എക്സർസൈസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവൻ ചടപടാന്ന് പറയില്ല, നല്ല ശബ്ദവും അന്നേ ഉണ്ടായിരുന്നു. നല്ല ശബ്ദവും നല്ല ഇതായിരുന്നു. അലക്സും രഞ്ജിയൊക്കെ ഒരുമിച്ചായിരുന്നു. അലക്സ് പിന്നെ വളരെ വേഗത്തിൽ പോയി. അലക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇവർക്കൊക്കെ സിനിമ എന്ന് പറയുന്ന ഒരു വാതിൽ തുറന്നു കൊടുത്ത അലക്സ് ആയിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു, അതേസമയം ഒരുപാട് നാടകങ്ങൾ ചെയ്തു, സിനിമ ഇപ്പം വളരെ ഈ ഒരു ഘട്ടത്തിൽ നല്ലൊരു സിനിമ ചെയ്തു. എന്താണ് ലുക്കിംഗ് ബാക്ക്, എന്താണ് ഒരു തോന്നുന്നത്? എന്തിനെ പറ്റി? അല്ല സ്വയം ഞാൻ എന്നെ പറ്റിയോ? മോശമില്ല.
ജയശ്രീക്ക് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴുണ്ടോ? നഷ്ടബോധം കാണുന്നുണ്ടോ? ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴായാലും എന്നെങ്കിലും അത് പുറത്തു വരും. അതിന് പ്രായം ഒരു പ്രശ്നമല്ല. പ്രായം ഒരിക്കലും ഒരു അഭിനേതാവിനെ സംബന്ധിച്ചുള്ള വിഷയമല്ല. എൻ്റെ അച്ഛന് 77-ാമത്തെ വയസ്സിലോ 70-ാമത്തെ വയസ്സിലും കണ്ട ബെസ്റ്റ് ആക്ടർ കിട്ടി. അപ്പം അന്നേ പറഞ്ഞിരുന്നു പ്രായം ഈ അംഗീകാരത്തിന് പ്രായം ഒരു പ്രശ്നമേ അല്ല. അത് ഏത് സമയം വേണേലും അത് നമ്മുടെ കൈകളിലേക്ക് എത്തും. ഇതിപ്പം ഈ പണ്ട് ഈ നാടകത്തിലൊരു കഥാപാത്രം അവതരിപ്പിക്കുന്ന നടി വന്നില്ലേ പോയി ചെയ്യുന്ന പോലെ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലായി. ഏത് വന്നാലും എപ്പോൾ വന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് ചെയ്യാം. എപ്പോഴും അലർട്ടാണ്. എന്തോ ഒരു വരാനുണ്ട്, അപ്പൊ തയ്യാറെടുത്ത് നിൽക്കണം എന്ന് പറയുന്നത്. എന്താ പറയുന്ന യുദ്ധത്തിന് പോകുന്ന പടയാളിയെ പോലാണ് എപ്പോഴാണ് വിളി. അങ്ങനെ സജ്ജമാണ് അല്ലേ? ഏത് വേഷം വന്നാലും ചെയ്യാമെന്നുള്ളൊരു ഒരു നടിയാവുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന വേഷം എന്നൊന്നും ഇല്ല. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിൽ എന്താണ് അതിൻ്റെ ഒരു അന്തർബലം എന്തുണ്ടെന്നുള്ളത് നോക്കും. ഒന്നുമില്ലാതെ ഒരു ബ്ലാങ്കായിട്ട് ഒന്നിനൊന്നും നമ്മൾ ആരും വിളിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ ക്യാരക്ടറായാലും ഒരാൾ എഴുതുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരുന്നു. സീരിയലുകളെ കുറിച്ച് പറയുമ്പോൾ അത് സാമൂഹിക രംഗത്ത് ചില മോശം വശങ്ങളും പ്രവണതകൾക്ക് ഇടയാക്കുന്നു എന്നുള്ളൊരു വിമർശനവും ഈ ആ കാലയളവിൽ. സീരിയൽ കണ്ടിട്ട് ഒരു വീട്ടിലും ആരും വിഷം കലക്കി കൊടുത്തിട്ടില്ല. അമ്മയും മരുമോളും തമ്മിൽ പോരുണ്ടായിട്ടില്ല. അത് സീരിയൽ കാണുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുന്നത് ഒരു ഇത് നമ്മളെ പ്രേക്ഷകൻ കൊടുക്കുന്നുണ്ട്. സിനിമയോ നാടകമോ പോലല്ല. സീരിയൽ കാണുമ്പോൾ ഇത് നമുക്ക് ഈ സമയം രസിക്കാനുള്ളതാണ്, ഇതൊന്നും ജീവിതത്തിൽ നടക്കാൻ പോകും. സീരിയലിൽ കാണുന്ന പോലെ അമ്മായിമ്മ പോര് കേരളത്തിലുണ്ടോ? അങ്ങനൊന്നും കാണില്ല, കാണാൻ വഴിയില്ല. സീരിയൽ എന്താ മിക്കപ്പോഴും ഞങ്ങളുടെ കന്യാദാനത്തിൽ ഇപ്പം 5.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സീരിയലാണ്. ഇന്ന് വരെ അമ്മ മര്യാദ പഠിച്ചിട്ടില്ല. മര്യാദ പഠിച്ച് അവർ നന്നായാൽ അന്ന് സീരിയലിൻ്റെ റേറ്റിംഗ് ഡൗണാണ്. എന്ത് ചെയ്യും നമ്മൾ? ഒരു മനുഷ്യന് നല്ല മനുഷ്യർ ഉണ്ടാവുകയോ ജീവിതത്തിൽ നല്ലതുണ്ടാവുകയോ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത പ്രേക്ഷകരാണ് സീരിയൽ പ്രേക്ഷകർ. പൊന്മാനിലെ ആഗ്നസിന്റെ മുന്നിൽ കടലാണ്. കടലിന്റെ ഒരു ഇരമ്പോ അവരുടെ മനസ്സിലും ഉണ്ട് അല്ലേ? ജീവിതത്തിന്റെ ഒരു നിസ്സഹായതയുടെ ഇരമ്പോ. അത് പക്ഷേ ഇത് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഈ സിനിമയിൽ ആ ഒരു നിസ്സഹായതയും വിഷമവും വേദനയും രോഷവും എല്ലാം ഇടകലർത്തി അഭിനയിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കുറേ 10 കഥാപാത്രങ്ങൾ എടുത്താൽ പോലും അല്ലെ അതിൽ ഈ റോളിൻ്റെ ദൈർഘ്യം കുറവാണോ കൂടുതലാണോ എന്നുള്ളതിനേക്കാൾ വളരെ ആ ഒരു രീതിയിൽ എത്താൻ കഴിഞ്ഞു. അത് എന്ന് ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രമാണ് ആഗ്നസ്. പക്ഷേ ആഗ്നസ് ഒരു തുടക്കം മാത്രമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.